നമസ്കാരം. എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വഴി ഡൽഹിയിൽ നിന്ന് സാധനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ പല സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചില ഉത്തരങ്ങൾ പെട്ടെന്ന് നൽകാം. പക്ഷെ അതിനു മുമ്പ് മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇപ്പോഴേ ഞാൻ സാധനം ഓർഡർ ചെയ്തത് ഇതുവരെ എത്തിയിട്ടില്ല. വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, പ്രത്യേകിച്ച് പറയാനുള്ളത്, സാധനം ആവശ്യമുള്ളവർ യൂട്യൂബ് വീഡിയോ കാണിക്കുകയോ യൂട്യൂബ് വീഡിയോയുടെ അഡ്രസ്സോ ഫോൺ നമ്പരോ ഇനി തരണ്ട. യൂട്യൂബ് വീഡിയോയിൽ കാണുന്ന ഇത് എന്താണ് വില, അല്ലെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ ആ വിലയ്ക്ക് അതേ വിലയ്ക്ക് തന്നെ കിട്ടുമോ എന്നും എന്നോട് ചോദിക്കരുത്. പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതായത് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോയിലൂടെ കാണിക്കുന്ന വിലകൾ അതേ വിലയ്ക്ക് എനിക്ക് സാധനങ്ങൾ വാങ്ങി തരാൻ കഴിയും. പക്ഷേ മറ്റുള്ള വീഡിയോകൾ കണ്ടിട്ട്, മറ്റുള്ള യൂട്യൂബ് വീഡിയോകൾ കണ്ടിട്ട് അതേ വിലയ്ക്ക് സാധനം വാങ്ങണം, അതേ വില അന്വേഷിച്ച് നടക്കണം എന്നൊരു കാരണവശാലും പറയരുത്. അതെന്താണ് കാരണം എന്ന് പറഞ്ഞാൽ, അത് നിങ്ങൾ നേരിട്ടിറങ്ങിയാൽ, അതായത് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതിൽ ആരെങ്കിലും ഒന്ന് നേരിട്ട് ഡൽഹിയിൽ ഇറങ്ങിയാൽ അതെന്താണ് കാരണമെന്ന് മനസ്സിലാകും. പിന്നെ അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ കാണുന്ന വിലകൾ അതേ വിലയ്ക്ക് നിങ്ങൾക്ക് സാധനം കിട്ടിയിരിക്കും. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വില പറയില്ല, അത് ഗ്യാരണ്ടി. ബാക്കിയുള്ളത് എന്നോട് പറയരുത്. വില അവിടുത്തെ വിലയ്ക്ക് നടക്കുള്ളൂ. അതിന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അത് അതായത് ഇതിൽ ആരെങ്കിലും ഈ ബജാർ ഇവിടെയൊക്കെ ഇറങ്ങി ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരിട്ട് ഇടപെട്ടാൽ, അതായത് എനിക്ക് ബോധ്യം വരുന്ന കടകളിൽ നിന്ന് മാത്രം സാധനം എടുക്കുന്നതാണ് ഒന്നുകൂടെ ഉചിതം എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നിട്ട് ഏകദേശം ഞാൻ ഇപ്പോഴത്തെ സാധനം അതായത് ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരാഴ്ചയോളം എന്തോ ആകുന്നെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. അപ്പോൾ ഇപ്പോൾ ഞാൻ സാധനം ഓർഡർ ചെയ്തിട്ട് ഏകദേശം ഒരാഴ്ചയോളമായി. ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് വരികയും ചെയ്തു. കാരണം ആ സാധനം വരുമ്പോഴേക്കും അത് പൊട്ടിച്ച് ഒരു വീഡിയോ ചെയ്ത് ഇതെങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് ഇനിയും വരാൻ വൈകും. എന്തൊക്കെയോ ചില തടസ്സങ്ങളുണ്ട്. പക്ഷെ അവർ സാധനം ഇന്നലെ അയച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ ട്രാൻസ്പോർട്ടിങ് ബില്ല് വന്നിട്ടില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പരിഹരിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അപ്പം ഞാൻ എങ്ങനെയാണ് സാധനം വരുന്നത് എന്ന് പറയാം. ഇത് ഞാൻ ഫാൻസി സാധനങ്ങൾ എടുത്തതാണ്. ഫാൻസി സാധനങ്ങൾ എടുത്തതിൻ്റെ അത് ഇത് ഇപ്പോഴത്തെ ബില്ലില്ല, നേരത്തെ ഞാൻ സാധനങ്ങൾ അവിടെ ഓർഡർ ചെയ്തിട്ട് ധൈര്യമായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇത് വൈഷ്ണവി എന്റർപ്രൈസസ് എന്ന് പറയുന്ന മിഠായിപ്പൂളിലെ ഒരു ഫാൻസി സ്റ്റോറാണ്. തിരിഞ്ഞാണല്ലോ കാണുന്നത്. ഇത് ഓക്കെ, ഇത് അല്ലാതെ ആഡ് ചെയ്ത് കയറ്റാം. അപ്പോൾ ഇവിടെ ഞാൻ അന്ന് ഓർഡർ ചെയ്ത് ഞാൻ അന്ന് സാധനം വാങ്ങി ഞാൻ ഏകദേശം ഒരാഴ്ചയോളം അവിടെ വെച്ചിരുന്നു. അതിനുശേഷം വീണ്ടും സാധനങ്ങൾ എടുത്തിട്ടാണ് പിന്നെ ഇവര് പിന്നെ എന്താണ് തിരിച്ചാണ് ഈ സംഭവം. അത് ഞാൻ അതിൽ ആഡ് ചെയ്യാൻ നോക്കാം. എനിക്കിത് കറക്റ്റായിട്ട് അത് കാണിക്കാം. അത് എന്തായാലും ഡയറക്റ്റ് കാണിക്കാൻ അതെനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇവരിൽ നിന്ന് ഞാൻ സാധനം എടുത്തു. അപ്പോൾ അത് വരുന്ന രീതി, അപ്പോൾ അന്ന് ഇത് പല പ്രാവശ്യം പല ബില്ലുകളാണ്. അപ്പോൾ ഇത് അന്നത്തേത് എത്ര, ഒരു 11,376 അപ്പോൾ ഈ വൈഷ്ണവി ഇത് എന്തിനാണെങ്കിലും ഞാനിവരെ ട്രസ്റ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഒരുപക്ഷെ ആ വീഡിയോ കാണുമ്പോൾ പേരൊക്കെ പറയുന്നതുകൊണ്ട് ചിലപ്പോൾ അവർ മറ്റൊന്നും തിരിച്ചു. അപ്പോൾ ഞാൻ അത് ഹിന്ദിയിൽ തന്നെ പറയാം. मैं ये शॉप से लिया था सामान, लेकिन अच्छा था, ठीक। क्या दूसरे या तीसरे दिन भेजा, सब कुछ ठीक से आ गया और दूसरे अच्छा है വൈഷ്ണവി എന്റർപ്രൈസസ്. അത് എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ നേരിട്ട് പോയി കണ്ട സ്ഥിതിക്ക് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ എല്ലാവരും അവരവരുടെ എന്ത് കാര്യമായാലും അവരവരുടെ ഓൺ റിസ്കിൽ വേണം ഓൺലൈനായിട്ട് വാങ്ങാൻ. അതിനൊന്നും ഞാൻ ഉത്തരവാദിത്തം പറയുന്നില്ല. പക്ഷേ ഇത് എന്നെ സംബന്ധിച്ച് ഞാൻ സാധനം എടുത്തപ്പോഴേക്കും കൃത്യമായിട്ട് അവർ സാധനം അയച്ചു തന്നതാണ്. അപ്പോൾ അതിൻ്റെ തന്നെ അവരുടെ തന്നെ വേറൊരു ഇതുണ്ട്. അത് അപ്പോൾ വരുന്നത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ അവരുടെ ബില്ല് എന്താണ്, ഇതാണ് നമ്മുടെ ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ടിക്കറ്റ്. ഓക്കെ, ഇതാണ് ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ടിക്കറ്റ്. ഇത് അവരുടെ ബില്ലാണ്. ഇത് അവരുടെ ഇൻവോയ്സ് ആണ്. അതെന്താണ് അതിൻ്റെ സംഭവം, ഇത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഈ ആധാർ കാർഡിൻ്റെ കോപ്പി കൊടുത്തിട്ടാണ് സംഭവം. ആ ആധാറിൻ്റെ ഇതിലാണ് ബില്ല് വരുന്നത്.
അപ്പോൾ അതുപോലെ ഇത് ഇത് ഞാൻ ഇത് ചെരുപ്പെടുത്തതാണ്. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് സാധാരണ നമ്മൾ കാശ് കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് ഇങ്ങനെ എഴുതിയെടുക്കും. എന്നിട്ട് എഴുതിയെടുത്തിട്ട് അതിൻ്റെ വിലയിടും. ഈ വിലയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ കാശ് അവർക്ക് കൊടുക്കുന്നതോടുകൂടി ഇതിൻ്റെ പ്രോസസ്സിങ് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ പ്രോസസ്സിങ് മീൻസ് അവരെ അപ്പോഴൊന്നും ഒന്നും ചെയ്യില്ല. ഇത് മിക്കവാറും എല്ലായിടവും അങ്ങനെ തന്നെയാണ്. കാരണം അവിടെ കുറച്ച് ചെറിയ കടയാണ്. അത് ചെറിയ കട മീൻസ് എല്ലാം അങ്ങനെ സ്ഥലം കുറവാണ്. അപ്പോൾ ഇവരുടെ ഗോഡൗൺ ഒക്കെ വേറെ എവിടെയോ ആണ്. ഈ ഓർഡറുകളെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഈ ഗോഡൗണിൽ നിന്ന് സാധനം കൊണ്ടുവന്ന് വൈകുന്നേരങ്ങളിൽ സീനിയാരിറ്റിക്ക് അനുസരിച്ച് പാക്ക് ചെയ്ത് വിടാറാണ് പതിവ്. പക്ഷേ കാരണം അപ്പോൾ ഇതിൽ പലതും അകത്ത് പാക്ക് ചെയ്യാൻ പറ്റില്ല, പുറത്തായിരിക്കും പാക്കിങ്. അപ്പോൾ ചിലപ്പോൾ മഴ എങ്ങാനും പെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീണ്ടും അതിൻ്റെതായ താമസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ പിന്നെ നമ്മുടെ പാക്കിങ്ങിലുണ്ട്. ഇത് ഞാൻ അന്ന് വരുന്നതിൻ്റെ അന്ന് മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അന്ന് പാക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ വന്ന സാധനം അപ്പോൾ അത് ഓക്കെ. പക്ഷേ പിറ്റേ ദിവസം എന്തായാലും അയക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ട്രാൻസ്പോർട്ടിങ് ടിക്കറ്റ് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഓണർ വിളിച്ചപ്പോഴേക്കും പുള്ളി പറഞ്ഞു പുള്ളി ഗ്രാമത്തിലാണ്, നാട്ടിലാണ്, തിരിച്ച് മറ്റന്നാൾ വരും, വന്നിട്ട് എന്താ നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അതിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആ ബിസിനസ് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നുകൂടെ ഞാൻ പറയുന്നു, യൂട്യൂബിൻ്റെ ഒരു പരസ്യം വെച്ചിട്ട് പിന്നെ എനിക്ക് ആ അഡ്രസ്സോ ഫോൺ നമ്പറോ വേണ്ട. പക്ഷേ കഴിയുന്നവരെല്ലാവരും ഫാക്ടറികളുടെ എന്തൊക്കെ ഫാക്ടറികളുണ്ടോ, ആർക്ക് എന്താണ് ആവശ്യം, ഫാക്ടറികളുടെ ഫോൺ നമ്പരും അഡ്രസ്സ് വേണമെന്നില്ല, ഫോൺ നമ്പർ കിട്ടിയാലും മതി. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്താം. ഫാക്ടറിയിൽ നിന്ന് നമുക്ക് നേരിട്ടെടുക്കുന്നതാണ് ഒന്നുകൂടെ ഉചിതം എന്ന് തോന്നുന്നു. കാരണം അവിടെ സാധനം എപ്പോഴും സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് തന്നെ മിക്കവാറും നമ്മൾ അവിടെ കൂടെ നിൽക്കുക, ചിലപ്പോൾ പാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ ഇത് അയക്കാനും കഴിയും. അപ്പോൾ എന്തിനായാലും ഞാൻ നോക്കിയിട്ട് അതാണ് നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും ഇത് കുഴപ്പമില്ല. ഇത് ഇങ്ങനെ വിശ്വസിക്കാവുന്ന ഒരുപാട് പേരുണ്ട്. ഇതിപ്പോൾ പ്രശാന്ത് ട്രേഡേഴ്സ്, ഇവിടെയൊക്കെ ഞാൻ കാശ് കൊടുത്തിട്ട് ഞാൻ ഇങ്ങ് വരികയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞിട്ട് കാശ് കൊടുത്തിട്ട് നേരെ ഇങ്ങ് വരികയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഞാൻ ചെരുപ്പും ഷൂ ഒക്കെ എടുത്താണ്. അപ്പോൾ ഇതും വിശ്വസിക്കാം. ഇത് ഇന്റർലോക്കിലെ ഒരു കടയാണ്, പിന്നെ പ്രശാന്ത് ട്രേഡേഴ്സ്. അവരുടെയും ഫോൺ നമ്പർ. പക്ഷെ ഒരു കാര്യം, ബാക്കി വാങ്ങുന്നവർ, ഇവിടുന്ന് ഓൺലൈൻ വാങ്ങുന്നവരെല്ലാം അവരവരുടെ ഓൺ റിസ്ക് ആണ്. അതിൽ പിന്നെ എന്നെ ഒരിക്കലും ബന്ധപ്പെടുത്തരുത്. ഒരു പക്ഷേ ഞാൻ വഴിക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വിശ്വാസമുണ്ട് എന്ന് പറയുന്നതാണ്. പിന്നെ വലിയ കുഴപ്പമില്ല. പക്ഷേ തുടർച്ചയായിട്ട് പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തിനാണെങ്കിലും തുടക്കം സെറ്റപ്പ് ആയിരുന്നു. ഇവരുടെ ഫോൺ നമ്പർ, ഇവരുടെ അഡ്രസ്സ് ഇതാണ്. അതിൻ്റെ ഫോൺ നമ്പർ ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ കമൻറ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഇങ്ങനെ. ഇനി ഇത് അതെ, ഇതിൻ്റെ എല്ലാം ഒന്നും ഇല്ല കേട്ടോ. അതാണ് ഇത് ഞാൻ ഇതെടുത്തതാണ്. എന്താണ്, റെയിൻകോട്ട് എടുത്താണ്. റെയിൻകോട്ട് ഇതും വിശ്വസിക്കാം. ഇത് 100% വിശ്വസിക്കാം. ഇവരുടെ കടയുടെ പേര് ഒരു സർദാർജിയുടെ ഒക്കെ കടയാണ്. ഗുരുകൃപാൽ റെയിൻകോട്ട്സ് അങ്ങനെ എന്തോ ആണ്. എനിക്ക് പേര് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അത് കമൻറ്റിൽ ഞാൻ പറയാം. പിന്നെ അപ്പോൾ ഈ രീതിക്കായിരിക്കും സാധനങ്ങൾ വരുന്നത്. അപ്പോൾ അവിടെ അവർ പാക്ക് ചെയ്ത് സാധനം ലോഡാക്കിയതിന് തന്നെ നമുക്ക് ഇതിൻ്റെ കോപ്പി ഇട്ട് തരും. അതായത് മറ്റേ ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ബില്ലിൻ്റെയും GSTയുടെയും ഒക്കെ കോപ്പി ഇട്ട് തരും. അപ്പോൾ പിന്നെ നമ്മൾ സാധനം വരുമ്പോൾ കളക്ട് ചെയ്താൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. പിന്നെ അപ്പോൾ ഇപ്പോഴത്തെ ഇതുവരെ എത്തിയിട്ടില്ല. വേറെ അവരുടെ സാങ്കേതിക പ്രശ്നങ്ങളാണ് എന്നതാണ് തോന്നുന്നത്. പക്ഷേ അഥവാ ഇത് എനിക്ക് ഈ സാധനം അഥവാ അങ്ങനെ വരാതിരിക്കാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ ഈ കാശ് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും. 12,000 അങ്ങനെ സംതിങ് എന്നുണ്ട്. അത് ഞാൻ കൊടുക്കും തീർച്ചയായും. പക്ഷേ ഇനിയൊരു കാര്യം, അങ്ങനെ ആ ഒരു ബജാറിലോട്ട് ഞാൻ ഇനി അങ്ങോട്ട് കയറുന്നില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ. പിന്നെ ബാക്കി ഇനി എപ്പോഴും ഞാൻ എയിം ചെയ്യുന്നത് ഫാക്ടറികളായിരിക്കും. പക്ഷെ ഫാക്ടറികളുടെ കാര്യം എന്ന് പറയുമ്പോൾ ഇത്തിരി എമൗണ്ട് പൈസ കൂടുതലാകും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ കുറച്ച് പേര് കാണുമല്ലോ, ഒരു 4-5 പേര്. ഇപ്പോൾ സ്റ്റീലിൻ്റെ ഫാക്ടറി കാണിച്ചു, ഒരു 4-5 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 50,000 പർച്ചേസിങ് നടത്താം. 1,00,000 പർച്ചേസിങ് കുറഞ്ഞ് ചെയ്യില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് സ്ഥിരം ഇങ്ങനെ കസ്റ്റമർ ഇങ്ങനെ പലയിടത്തുനിന്നായിട്ട് വരും, അത് കളക്ട് ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ 50,000 വെച്ച് തന്നാലും വീണ്ടും കണ്ടിന്യൂ ആയിട്ട് ബിസിനസ് നടക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ 50,000 അവർ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത്രയെങ്കിലും ഏറ്റവും കുറഞ്ഞത് എടുക്കേണ്ടി വരും, കാരണം ഫാക്ടറികളിൽ നിന്ന് എടുക്കുമ്പോൾ. അപ്പോൾ ഇനി ഇത്രയൊക്കെയാണെന്ന് തോന്നുന്നു ഡൗട്ടുകളായിട്ട് ചോദിച്ചത്. പിന്നെ എന്താണ്,
സാധനം പാക്ക് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു കാര്യം, നമുക്ക് ഈ സദർ ബജാറിലോ നമുക്ക് ഇങ്ങനെയുള്ളടത്തൊന്നും നമുക്ക് കൂടെ നിന്ന് സാധനം പാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, ഈ സംഭവം ഇത്ര ഏരിയകൾ കാണില്ല, അപ്പോൾ ഈ സ്ഥലം കാണില്ല. അപ്പോൾ ഇവർ പാക്കിംഗ് തുടങ്ങുന്ന മിക്കവാറും ഒരു ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ എല്ലാം ഇവരുടെ ഗോഡൗണിൽ നിന്ന് സാധനങ്ങൾ എല്ലാം നേരിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് അപ്പോഴാണ് എല്ലാം പാക്കിംഗ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാ കടകളുടെ ഫ്രണ്ടിലും പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് മാത്രമേ പാക്കിംഗ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ കൂടുന്ന, അപ്പോൾ സീനിയോറിറ്റിക്ക് അനുസരിച്ച് ഒരു ഓർഡറിലാണ് അവർ കറക്റ്റായിട്ട് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും ഇത് സംഭവം ഇതിങ്ങനെയാണെങ്കിൽ ബജാറിലൊന്നും നമുക്കിത് കണ്ട് ഞാനത് അതിനുവേണ്ടി നന്നായി ശ്രമിച്ചു. പക്ഷേ അത് നമുക്ക് കാണിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്കത് പാക്ക് ചെയ്യണതൊന്നും കാണാൻ കഴിയില്ല. പക്ഷെ അങ്ങനെയൊന്നും പേടിക്കണ്ട. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വൈഷ്ണവി എൻ്റർപ്രൈസസ് ഞാനൊന്നും കൂടെ നിന്നതേ അല്ല. പക്ഷെ കൃത്യമായിട്ട് ഓർഡർ ചെയ്ത അതേ സാധനങ്ങൾ കൃത്യമായ വിലയിൽ കൃത്യമായി എത്തിച്ചു, ഒരു ഡാമേജും കൂടാതെ. അതുപോലെ വിശ്വസനീയമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അത് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഇത് വേണ്ട, അതെനിക്ക് കണ്ടെത്താൻ എനിക്കറിയാം. ഞാനത് കണ്ടെത്തിയതൊന്നും ഫ്ലോപ്പായില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ തന്നെ നമുക്ക് മനസ്സിലൊരു ബോധ്യം വരണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇച്ചിരി കുറച്ച് കറങ്ങി നടക്കണം, ഇച്ചിരി അധ്വാനമുണ്ട്. അപ്പോൾ നോർമലി ചെറിയ ബിസിനസ്സുകാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടെത്തിയാൽ തരാം. പക്ഷേ പ്രധാനമായിട്ട് ഞാൻ ഈ ഫാക്ടറികളാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ടെൻഷൻ ഉണ്ടാകില്ല, കൂളായിട്ട് സാധനങ്ങൾ എടുത്ത് അയക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ വെയിറ്റിങ്ങിലാണ്. ഞാൻ ആചാര്യനെ ഞാൻ ഇതുവരെ വിളിച്ചില്ല, കാര്യം ഇപ്പോൾ വിളിച്ചിട്ട് എന്താണ് പറയേണ്ടതെന്നറിയില്ല. പക്ഷേ ഇത് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞത് അതുകൊണ്ടാണ്, കുറേശ്ശെ കാരണം പരീക്ഷിക്കാം. എനിക്ക് ബാക്കി ഇതെല്ലാം ഞാൻ ഓക്കെയാണ്. ഇനിയിപ്പോൾ എത്ര 1000 രൂപയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിനൊരു വിശ്വാസമുണ്ട്. പക്ഷെ അത് നമുക്ക് അറിയില്ല, ഇനി അവരെല്ലാം അത് കറക്റ്റ് ചെയ്താലേ അറിയുള്ളൂ. പിന്നെ മാത്രമല്ല, എന്നാൽ ഇത്രയും താമസിച്ച് വരുന്നൊരു ബിസിനസ് എന്തായാലും നടക്കില്ല. നമുക്കൊരു പ്രതീക്ഷയിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് അവിടുത്തെ കാര്യം എങ്ങനെയാണെന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. പിന്നെ അപ്പോൾ എന്തിനാണെങ്കിലും ഞാൻ കൂടുതലും ഫാക്ടറികളെ ലക്ഷ്യം വയ്ക്കാനാണ് എൻ്റെ തീരുമാനം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. പിന്നെ ഇതുപോലെ ഇങ്ങനെ ബിസിനസ്സിൽ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ല് ഇനാബിൾ ചെയ്യണം, പിന്നെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു.